ഓം ശാന്തി. സർവസങ്കൽപ്പങ്ങളെയും സെക്കൻഡിൽ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാനൊരു ശക്തിയാണ്, ചൈതന്യ ശക്തിയാണ്. മസ്തകമധ്യത്തിൽ വിരാജമാനായ ഞാൻ ശക്തി സ്വരൂപ ആത്മാവാണ്. ഞാനിപ്പോൾ അനുഭവം ചെയ്യുകയാണ്. മസ്തകമധ്യത്തിൽ ഞാൻ ദിവ്യ ജ്യോതി ആത്മാ, സുപ്രീം ജ്യോതി ശിവബാബ രണ്ടുപേരും കമ്പൈൻഡ് ആണ്. ഞാൻ ശക്തി സ്വരൂപാത്മാവും സർവശക്തിവാൻ ശിവപരമാത്മാവും കമ്പൈൻഡ് ആണ്. ശിവശക്തി കമ്പൈൻഡ്. ഇപ്പോൾ മനസ്സിൽ കേവലം ഒരു സങ്കല്പം, ബാബയും ഞാൻ ആത്മാവും ചേർന്ന് ശിവശക്തിയാകുന്നു. ഞാൻ ആത്മാ ശിവബാബയുടെ കൂടെ കമ്പൈൻഡ് ആണ്. ആരാണോ കമ്പൈൻഡ് ആകുന്നത് അവരെ ആർക്കും വേർപെടുത്താൻ സാധ്യമല്ല. സദാ കമ്പൈൻഡ് ആയിരിക്കുന്നതിൽ എന്നെ ബാബയിൽ നിന്നും ആർക്കും വേർപെടുത്താൻ സാധ്യമല്ല. ഞാൻ ബാബയുടെ കൂടെ കമ്പൈൻഡ് ആയിരിക്കുന്നതിൻ്റെ അധികാരിയാകുന്നു. ഇപ്പോൾ ഞാൻ സദാ കൂടെ ഇരിക്കുന്നവരാണ്. ഞാൻ ശിവശക്തി കമ്പൈൻഡ് ആണ്. സർവശക്തിവാൻ ശിവപരമാത്മാവിൻ്റെ സർവശക്തികളും എന്നിൽ സമാവേശമാകുന്നു. ഞാൻ ശിവശക്തിയാകുന്നു. മായ എത്ര പരിശ്രമിച്ചാലും ശിവശക്തിയുടെ മുന്നിൽ മായക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മായയ്ക്ക് വരാൻ സാധ്യമല്ല. ഞാൻ സദാ ശിവശക്തി മായാജീത് പ്രകൃതിജീത്താകുന്നു. സർവശക്തിവാൻ ശിവപരമാത്മാവിൻ്റെ കൂടെ കമ്പൈൻഡായി സദാ വിജയിയാകുന്നു. ഞാൻ ശിവശക്തി മായയുടെ മേലെ, പ്രവൃത്തിയുടെ മേലെ, പരിതസ്ഥിതിയുടെ മേലെ സദാ വിജയിയാകുന്നു. സദാ ശിവബാബയുടെ കൂടെ കമ്പൈൻഡായി ശിവശക്തി സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു തരുന്നു, ഓർമ്മയുടെ യാത്രയിൽ ദേഹാഭിമാനത്തിൻ്റെ കൊടുങ്കാറ്റ് ക്ഷീണിപ്പിക്കുന്നു. ദേഹി അഭിമാനി സ്ഥിതി ക്ഷീണമില്ലാതാക്കും. ബാബയോട് അല്ലെങ്കിൽ പഠിപ്പിനോട് പിണങ്ങുന്ന സംസ്കാരം 21 ജന്മത്തെ ഭാഗ്യത്തെ നശിപ്പിക്കുന്നു. ദേഹാഭിമാനത്തിന് വശപ്പെട്ട് തലതിരിഞ്ഞ ലഹരി ഉണ്ടാക്കരുത്. ബാബയെപ്പോലെ നിരഹങ്കാരിയാകണം. ക്ഷീണിക്കുന്നതിലൂടെ
ദേഹാഭിമാനമുണ്ടാകുന്നു. ഞാൻ ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഓർമ്മയുടെ യാത്രയിലാണ് മംഗളമുള്ളത്. ഇതിൽ ക്ഷീണിക്കരുത്. പരിധിയില്ലാത്ത ബാബയുടെ അവകാശിയാണ് ഞാൻ. ദേഹി അഭിമാനിയായി മാറുന്നതിലൂടെ ലാഭമുണ്ടാകുന്നു. ഭാവിയിലെ 21 ജന്മത്തിൻ്റെ സമ്പത്ത് പ്രാപ്തമാകുന്നു. പഴയ ലോകത്തെ പൂർണ്ണമായും ബുദ്ധി കൊണ്ട് മറക്കുന്നു. ദേഹത്തെയും ദേഹത്തിൻ്റെ സംബന്ധികളുമായുള്ള സംബന്ധത്തെ മാറ്റി ഒരു ബാബയെ ഓർമ്മിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകത്തെ മറക്കുന്നു. സ്വർഗമാകുന്ന രാജധാനിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. എങ്ങനെയെങ്കിലും സേവനത്തെ വർദ്ധിപ്പിക്കാനുള്ള യുക്തി കണ്ടുപിടിക്കണം. ബാബയുടെ ഓർമ്മയിൽ ഈ ലോകത്തിലുള്ളതെല്ലാം മറക്കണം. ഓർമ്മയുടെ യാത്രയിൽ ഉറച്ച ലഹരിയോടെ ഇരിക്കണം. ബാബയുടെ ഓർമ്മയിലിരുന്ന് ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിശബ്ദതയുണ്ടാകുന്നു. ഇപ്പോൾ തിരിച്ചു പോകണം. ദേഹാഭിമാനമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അവസാന സമയം ഹർഷിത മുഖത്തോടെ ശരീരം ഉപേക്ഷിക്കണം. എവിടെയാണോ പോകുന്നത് അതിൻ്റെ അവസ്ഥയുണ്ടാകുമ്പോൾ മാത്രമേ വിജയമാലയിൽ ഓർക്കപ്പെടാൻ യോഗ്യതയുള്ളവരായി മാറുകയുള്ളൂ. എന്നിൽ ശാന്തിയുടെ ശക്തിയുണ്ട്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുമ്പോൾ ശാന്തി ഉണ്ടാകുന്നു. ഞാൻ ബാബയെ പരമധാമ വീട്ടിൽ ഓർമ്മിക്കുന്നു. എൻ്റെ ബുദ്ധി ബാബയുടെ ഓർമ്മയിൽ ശാന്തിധാമത്തിലെത്തുന്നു. ഈ ലോകം ജീവാത്മാക്കളുടെ ലോകമാണ്. എന്നാൽ ശാന്തിധാമം ആത്മാക്കളുടെ വീടാണ്. ബാബയുടെ ഓർമ്മയിൽ പവിത്രമായി ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ജോലികളെല്ലാം ചെയ്യുന്നു. എന്നാൽ മോശമായതൊന്നും കേൾക്കില്ല. ഓരോ കാര്യത്തിലും ശ്രീമതമെടുക്കുന്നു. ഓരോ ചുവടിലും ബാബയോട് ചോദിക്കുന്നു. കടന്നു പോകുന്ന ഓരോ സെക്കൻഡും കോടി മടങ്ങ് സമ്പാദ്യമാണ്. വിജയമാലയിൽ കോർക്കപ്പെടുന്നതിനു വേണ്ടി ശരീരത്തിൽ നിന്നും വേറിടുന്നതിൻ്റെ അഭ്യാസം ചെയ്യുന്നു. ദേഹാഭിമാനത്തെ ഉപേക്ഷിക്കുന്നു. ശരീരത്തെ ബുദ്ധി കൊണ്ട് മറക്കുന്നു. ബാബയുടെ ഓർമ്മയല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. ഒരിക്കലും ബാബയോടും പഠിപ്പിനോടും പിണങ്ങില്ല. ഞാൻ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. അധികാരിയാണെന്ന സ്മൃതിയിലൂടെ ഏറ്റവും ഉയർന്ന അധികാരിയുടെ അനുഭവം ചെയ്യുന്ന കമ്പൈൻഡ് സ്വരൂപധാരിയാകുന്നു. ശിവശക്തി എന്ന കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ മായയുടെ വിഘ്നങ്ങളെ അധികാരികതയോടെ മറികടക്കാൻ കഴിയുന്നു. വിസ്താരത്തെ സെക്കൻഡിലൊതുക്കി ജ്ഞാനത്തിൻ്റെ സാരത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കുന്നു. ഓം ശാന്തി.